ഇന്ന് നമ്മൾ വാട്ടർ ലില്ലീസിൻ്റെ സെയിൽ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ചു നല്ല ട്രോപ്പിക്കൽ വാട്ടർ ലില്ലീസാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നത്. നമ്മൾ നട്ടുവച്ചാൽ എന്നും പൂക്കൾ തരുന്ന കുറച്ച് ട്രോപ്പിക്കൽ വാട്ടർ ലില്ലീസ്, വിവിപാരസ് വെറൈറ്റീസും ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന കുറച്ച് വെറൈറ്റീസും ഉണ്ട്. മൊട്ടും പൂവുമുള്ള നല്ല മെച്യൂർഡായ ഫ്ലവറിങ് പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. തീരെ ചെറിയ പ്ലാന്റ് കൊടുക്കുന്നില്ല. തീരെ ചെറിയ പ്ലാന്റ് 2-3 ചെറിയ ഇലകളായിട്ട് ഇരിക്കുന്ന പ്ലാന്റ് നമ്മൾ കൊടുക്കുമ്പോൾ അത് നമുക്ക് കിട്ടിയവർക്ക് പിടിച്ച് കിട്ടണമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തീരെ ചെറിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നില്ല. DTDC വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ആമ്പലാണ് സെയിലിനുള്ളതെന്ന് നോക്കാം. ആദ്യത്തേത് ബ്ലൂ വിസിൽ. എന്നും നമുക്ക് 3-4 പൂക്കളൊക്കെ തരുന്ന ഒരു നല്ലൊരു വിവിപാരസ് വെറൈറ്റിയാണ് ബ്ലൂ വിസിൽ. ഇതിൻ്റെ ഇതുപോലെ ഫ്ലവറും ബഡൊക്കെയുള്ള നല്ല മെച്യൂർഡായിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ മെച്യൂർഡ് പ്ലാന്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഇല വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. കമഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ അത് ലീഫ് മുളച്ചിട്ട് നിങ്ങൾക്ക് തൈകൾ കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. 150 രൂപയ്ക്കാണ് നമ്മൾ ഈ ഫ്ലവറുള്ള പ്ലാന്റ് കൊടുക്കുന്നത്. അടുത്തത് പീച്ച് ബ്ലോ. ഇതും ഒരു വിവിപാരസ് വെറൈറ്റിയാണ്. ഒരുവിധം ഇലകളിൽ നിന്നെല്ലാം തൈകൾ കിട്ടുന്നതാണ്. ഒരു വൈറ്റും ലൈറ്റ് പിങ്ക് കളറും കൂടി കലർന്നിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത്. അപ്പോൾ ഇതിൻ്റെയും ഫ്ലവറുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പർപ്പിൾ കൊളറാറ്റ. ഇതിൻ്റെയും ഇതുപോലെ ഫ്ലവറുള്ള നല്ല മെച്യൂർ പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് പക്ഷേ ലീഫിൽ നിന്നും തൈകൾ കിട്ടുന്ന പ്ലാന്റ് അല്ല. ഇത് നമ്മളെ ട്യൂബർ പ്ലാന്റ് ആണ്. അതിൻ്റെ അടിയിൽ നിന്നും കിഴങ്ങിൽ നിന്നുമാണ് അതിന് പുതിയ തൈകൾ കിട്ടുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് കൂടുതൽ തൈകൾ കിട്ടുന്ന ഒരു ട്യൂബർ വെറൈറ്റി ആമ്പലാണിത്. ഇതും നമ്മൾ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ട്രോപ്പിക്കൽ സൺസെറ്റ്. ഇതും ഒരു ട്യൂബർ പ്ലാന്റ് ആണ്. അതായത് ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതിൻ്റെയും ഫ്ലവറുള്ള മെച്യൂർഡ് പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുക. മൈക്രാന്ത ബ്ലൂ. ഇത് ഒരു വിവിപാരസ് വെറൈറ്റിയാണ്. ഇതിൻ്റെയും ഒരുവിധം എല്ലാ ഇലകളിൽ നിന്നും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കട്ട് ചെയ്ത് ഇടണമെന്നൊന്നുമില്ല. അല്ലാതെ തന്നെ ഇത് വെള്ളത്തിൽ കിടന്നിട്ടും പ്ലാന്റിൽ ഇരുന്നിട്ട് തന്നെ അതിൽ നിന്ന് തൈകളൊക്കെ നമുക്ക് മുളച്ച് കിട്ടുന്നതാണ്. ഇതും നമ്മൾ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഫ്ലവറുള്ള മെച്യൂർഡ് പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുക. പിങ്ക് ക്യാപ്പൻസിസ്. ട്യൂബറിൽ നിന്നും നമുക്ക് തൈകൾ കിട്ടുന്നു. അതായത് കിഴങ്ങിൽ നിന്നും നമുക്ക് തൈകൾ കിട്ടുന്ന ഒരു വാട്ടർ ലില്ലിയാണിത്. ഇത് നമ്മൾ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഫ്ലവറുള്ള മെച്യൂർഡ് പ്ലാന്റ് തന്നെയാണ് അയച്ചു കൊടുക്കുക. വൈറ്റ് ക്യാപ്പൻസിസ്. ഇതും 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ബ്ലൂ ക്യാപ്പൻസിസ്. ഇതും 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ എല്ലാം 2 പ്ലാന്റുകൾ വീതം മാത്രമാണ് ഉള്ളത്. മിയാമി റോസ്. കിഴങ്ങിൽ നിന്നും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല വെറൈറ്റിയാണ് മിയാമി റോസ്. നിറയെ പൂക്കളുണ്ടാവും. എപ്പോഴും നമുക്ക് പൂക്കൾ തരും. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. അത് നമ്മൾ 220 രൂപയ്ക്കാണ് ഇതിൻ്റെ മെച്യൂർഡ് പ്ലാന്റ് ഫ്ലവറുള്ള പ്ലാന്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ചോമ്പു മേമു. ഇതൊരു വിവിപാരസ് വെറൈറ്റിയാണ്. ഇലകളിൽ നിന്നും അത് നമുക്ക് ഒത്തിരി തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ നല്ല പിങ്ക് കളറ്, ഡാർക്ക് പിങ്ക് കളറാണെങ്കിലും ഇതിൻ്റെ പെറ്റൽസിൽ ഒരു ചെറിയ ഡോട്ട് വര പോലെയൊക്കെ കാണുന്നൊരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ 220 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഫ്ലവറുള്ള പ്ലാന്റാണ് കൊടുക്കുക. ലിൻസി വുഡ്. ഇലയിൽ നിന്നും തൈകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വെറൈറ്റിയാണ് ലിൻസി വുഡ്. അതിൻ്റെ 220 രൂപയ്ക്കാണ് അതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. നല്ല മെച്യൂർഡ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുക. ജുലൈങ് സാബ്. കിഴങ്ങിൽ നിന്നുമാണ് ഇതിൻ്റെ തൈകൾ നമുക്ക് കിട്ടുക. കുറച്ച് അധികം താമസിയാതെ തന്നെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കിഴങ്ങിൽ നിന്നും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. 220 രൂപയ്ക്കാണ് നമ്മൾ ജുലൈങ് സാബിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. കീലാർഗോ. ഇതൊരു വിവിപാരസ് വെറൈറ്റിയാണ്. ഇത് നമ്മൾ 150 രൂപയ്ക്കാണ് ഇതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് കൊടുക്കുന്നത്. നഗ്വാങ് വെറൈറ്റീസ്. 4 ടൈപ്പ് നഗ്വാങ് വെറൈറ്റീസാണ് ഉള്ളത് നമുക്ക് കൊടുക്കാൻ. നഗ്വാങ് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്ലവറിൻ്റെ പൂവിൻ്റെ അടിഭാഗത്ത് പൂവിൻ്റെ ഇതളുകളോട് ചേർന്നിട്ട് ഗ്രീൻ കളറിൽ ലീഫല്ല അതുപോലൊരു ചെറിയൊരിത് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് നഗ്വാങ് വെറൈറ്റീസിനെ തിരിച്ചറിയാൻ പറ്റും. ബ്ലൂ നഗ്വാങ്, ഓറഞ്ച് നഗ്വാങ്, വൈറ്റ് നഗ്വാങ്, ഗ്രീൻ സ്മോക്ക് നഗ്വാങ്,
ഇത് എല്ലാം നമ്മൾ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഓരോന്നും 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. റെഡ് റൂബി കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് കളറ് പിങ്ക് കളർ ഫ്ലവറാണ്. ഇത് നമ്മൾ 180 രൂപയ്ക്കാണ് ഇതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് കൊടുക്കുന്നത്. ടീന ഇത് നമ്മൾ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫ്ലവറിങ് പ്ലാന്റ്. പിങ്ക് പേള് ഇത് 180 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന ഒരു നല്ല വെറൈറ്റിയാണിത്. പിങ്ക് കളർ, ലൈറ്റ് പിങ്ക് കളറാണ് ഇതിൻ്റെ ഫ്ലവർ. ജൂൺ എൽസൺ ഇതും നമുക്ക് കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ 160 രൂപയ്ക്കാണ് ഇതിൻ്റെ മെച്യൂർഡ് പ്ലാന്റ് ഫ്ലവർ ഉള്ളത് കൊടുക്കുന്നത്. ആനി എമ്മറ്റ് ഇതും ഫ്ലവറുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 180 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിങ്ക് ഫ്ലെമിംഗോ കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇത് നമ്മൾ 200 രൂപയ്ക്കാണ് ഇതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് കൊടുക്കുന്നത്. പർപ്പിൾ സുവാന ഇത് നമുക്ക് ട്യൂബറിൽ നിന്നും പ്ലാന്റ് കിട്ടുന്നതാണ്. ഇതിൻ്റെ മെച്യൂർഡ് ഫ്ലവർ ഉള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഇതേപോലെയുള്ള സൈസുള്ള പ്ലാന്റ് തന്നെ അയച്ചു കൊടുക്കുന്നത്. 2 പ്ലാന്റാണ് ഉള്ളത്. ഇതിൻ്റെ പെറ്റൽസിന് ഒരു ലൈൻ പോലെ, ഒരു വര പോലെയുള്ളതാണ്. ഇത് പിങ്ക് സുവാന ഇത് നമ്മൾ 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കോസ് നല്ല പർപ്പിൾ കളറായിട്ട് നല്ല നിറയെ പെറ്റൽസ് ഉള്ളൊരു നല്ല വെറൈറ്റിയാണ്. ഇത് നമ്മൾ 320 രൂപയ്ക്കാണ് ഇതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് കൊടുക്കുന്നത്. ഫോയ്ത്തോങ് പെറ്റൽസിൽ ലൈൻ പോലെയൊക്കെ ആയിട്ട് ഒരു വയലറ്റ്, ഡാർക്ക് വയലറ്റ്, ഒരു വര പോലെയൊക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു വെറൈറ്റിയാണ് ഫോയ്ത്തോങ്. അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് നമ്മൾ 450 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സനം ചായ് ഇത്രയും നമ്മൾ കാണിച്ചതുപോലെയല്ല, കൂടുതൽ പെറ്റൽസ് ഉള്ള ഒരു വെറൈറ്റിയാണ് സനം ചായ്. അതിൻ്റെ ഇതേപോലെയുള്ള ഫ്ലവറിങ് പ്ലാന്റ് നമ്മൾ മെച്ചൂർഡായുള്ള ഫ്ലവറിങ് പ്ലാന്റ് 380 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എന്നും നമുക്ക് പൂക്കൾ തരുന്ന നല്ല അടിപൊളി വെറൈറ്റിയാണ് സനം ചായ്. അരുൺ വാരി ഇതും കിഴങ്ങിൽ നിന്ന് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. പിങ്ക് കളറ് കൂടുതൽ ഇതളുകളുള്ള ഒരു വെറൈറ്റിയാണ് അരുൺ വാരി. അത് നമ്മൾ 350 രൂപയ്ക്കാണ് അതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് കൊടുക്കുന്നത്. ക്രോഞ്ചനോക്ക് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ഫ്ലവറാണ് ക്രോഞ്ചനോക്കിൻ്റെ. അതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് നമ്മൾ 380 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഒത്തിരി പെറ്റൽസ് ഉള്ള നല്ലൊരു വെറൈറ്റിയാണിത്. കെയിലി ഇതും ഒരു മൾട്ടിപ്പെറ്റൽ വെറൈറ്റിയാണ്. നല്ല വൈറ്റ് അടുക്കടുക്കോട് കൂടിയിട്ടുള്ള ഇതളുകളുള്ള നടുക്ക് ചെറിയൊരു മഞ്ഞ ഷെയ്ഡ് വരുന്നൊരു നല്ല വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ ട്യൂബർ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 600 രൂപയ്ക്കാണ്. ഹസാബാദി മൾട്ടി പെറ്റൽ വെറൈറ്റിയാണ് ഹസാബാദി. അതായത് നമുക്ക് അടുക്കടുക്കായിട്ട് നിറയെ ഇതളുകൾ ഉണ്ടാവും. നല്ല ഡബിൾ ഷെയ്ഡ് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ട്യൂബർ പ്ലാന്റാണ് കൊടുക്കാനുള്ളത്. ട്യൂബർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ അടിയിൽ നല്ല കിഴങ്ങുണ്ടാവും, ഫ്ലവർ ഉണ്ടാവില്ല. ആ കിഴങ്ങോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കുക. അത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് ഒരു വിധത്തിൽ നഷ്ടപ്പെട്ടു പോകില്ല. കാരണം അതിൻ്റെ കിഴങ്ങ് അതിൻ്റെ അടിയിലുണ്ട്. ഇലകൾ പോയി കഴിഞ്ഞാലും നമുക്ക് ആ കിഴങ്ങ് വെള്ളത്തിലിട്ടിട്ട് അതിന് തൈകൾ വരുമ്പോൾ നമുക്ക് വീണ്ടും നടാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇതുപോലെയുള്ള ട്യൂബർ പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മൾ 700 രൂപയ്ക്കാണ് ഈ ട്യൂബർ പ്ലാന്റ് ഹസാബാദിൻ്റെ 700 രൂപയ്ക്കാണ് ഹസാബാദിൻ്റെ ഈ ട്യൂബർ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. ജപ്പോണിക്ക ഫ്ലവറുള്ള പ്ലാന്റ്, വലിയ പ്ലാന്റ് നമ്മൾ 80 രൂപയ്ക്ക് കൊടുക്കുന്നു. ആരോ ഹെഡ് ജാസ്മിൻ വലിയ ഈ സൈസുള്ള ഫ്ലവറുള്ള മുട്ടയ്ക്കുള്ള പ്ലാന്റ് കൊടുക്കുന്നത് 100 രൂപയ്ക്കാണ്. വാട്ടർ പോപ്പി 20 രൂപയ്ക്ക് കൊടുക്കുന്നു. അസോള വേണ്ടവർക്ക് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ കൂടെ അസോള വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന വാട്ടർ ലിലീസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം നമ്മളെ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. അപ്പോൾ നമ്മളത് ഓർഡറാക്കി തരുന്നതായിരിക്കും. വാട്ടർ പ്ലാന്റ് ആയാലും നമ്മളത് നട്ട് വയ്ക്കുന്നത് വെയിലിന് തന്നെ ആയിരിക്കണം. മഴയാണെന്ന് വെച്ച് ഷെയ്ഡിലോ കാർ പോർച്ചിലോ എവിടെ വീടിൻ്റെ സൈഡിലായിട്ടോ അങ്ങനെ എവിടെയും വയ്ക്കേണ്ട ആവശ്യമില്ല.
നമ്മൾ മഴയില്ലാത്ത സമയത്തും വെയിലുദിക്കുന്ന സമയത്തും നമ്മൾ എവിടെയാണോ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ നമ്മൾ വാട്ടർ പ്ലാന്റ്സ് ഏതൊക്കെയാണെങ്കിലും ഇനി വാട്ടർ ലില്ലി ആവട്ടെ, താമര ആവട്ടെ, ജപ്പോണിക്ക ആവട്ടെ, വാട്ടർ മൊസൈക്ക് ആവട്ടെ, ഏതായാലും നമ്മൾ നട്ട് വയ്ക്കേണ്ടത് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവയ്ക്ക് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഓക്കെ, ബൈ.